ബാംഗ്ലൂരിൽ എപ്പോൾ പോയാലും കഴിക്കാൻ പറ്റുന്ന റേറ്റാണ് കബാബ്. നമ്മുടെ നാട്ടിൽ ചിക്കൻ പൊരിച്ച ആ ഒരു മോഡലിന് അവിടെ കബാബ് എന്ന് പറയാം. കബാബ്, നെയ്ച്ചോറ്, ബിരിയാണി റൈസ്, പിന്നെ മട്ടൻ്റെ ഒരു ഐറ്റം മട്ടൻ ഫ്രൈ, മട്ടൻ പെപ്പർ ഫ്രൈ. അവർ കാണുന്ന ഗ്രേവികളൊക്കെ മട്ടൻ്റെ തിക്ക് ഗ്രേവി, മട്ടൻ്റെ കറികൾ, അതുപോലെ പിന്നെ നെയ്ച്ചോറ് കൂട്ടാൻ പരിപ്പ് കറി, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. മെനു വന്ന് നോക്കി വിലയൊക്കെ കണ്ടപ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. ഏതായാലും എല്ലാം വന്നു, ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്തു. നെയ്ച്ചോറ് ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ നാട്ടിൽ കല്യാണപ്പുരയിലൊക്കെ കിട്ടുന്ന നെയ്ച്ചോറിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഒട്ടിപ്പിടിക്കാത്തൊരു പ്രൈസും നല്ല ചൂടും ഒരു നാടൻ സ്റ്റൈൽ. ഇത് കൂടാതെ അവിടെ തന്തൂരി റൊട്ടികൾ, പൊറോട്ട, നാടൻ പൊറോട്ട, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കഴിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നല്ലൊരു ഫ്ലേവർ, അതായത് നെയ്യിൻ്റെ ഫ്ലേവറും ഒരു നാടൻ കല്യാണപ്പുരയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് അടിപൊളിയായിരുന്നു. ഇത് ബിരിയാണി റൈസാണ്. ബിരിയാണി റൈസിൽ കുറച്ച് പരിപ്പ് കറിയൊക്കെ വെച്ചാണ് ട്രൈ ചെയ്തത്. ചിക്കനാണെങ്കിൽ ചിക്കൻ കബാബ് എന്നാണ് ഇവിടെ പറയുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ചിക്കൻ പൊരിച്ച 65ൻ്റെ ഒക്കെ ഒരു മോഡലാണ്. ഭയങ്കര തിരക്കാണ്, ആൾക്കാർ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഈ മട്ടൻ്റെ കൂടെ കിട്ടുന്ന ആ ഗ്രേവി, ഉള്ളിയൊക്കെ കൂട്ടിയിട്ടുള്ള ഗ്രേവി ഒരു രക്ഷയില്ല. കാരണം ഞാൻ മട്ടൻ അധികം കഴിക്കില്ല, പക്ഷേ അതിൻ്റെ കൂടെ കിട്ടിയ മസാലയും ഉള്ളിയൊക്കെ കൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരുന്നു. ഇത് കൂടാതെ ഷവർമ ഇതൊക്കെ ഉണ്ട്. നെയ്ച്ചോറാണ് അങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന നല്ല കൈമ റൈസിൻ്റെ നെയ്ച്ചോറ്. അതിൻ്റെ കൂടെ ചിക്കനും മസാലയും ഒക്കെ കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഇത് ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ BTMലുള്ള മദീന ഹോട്ടലാണ്. ഇവിടെ മജ്ലിസ് ഉണ്ട്, അതുപോലെ ടേബിൾ ഡൈനിങ് ഒക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് മഞ്ഞ, വെള്ള, പച്ച ജ്യൂസുകളൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു. വാലൻറ്റൈൻസ് ഡേ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ ജ്യൂസ് കുടിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇത്, ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണോ? അപ്പം ലൊക്കേഷൻ മറക്കേണ്ട, മദീന ഹോട്ടൽ, BTM.